ഹായ്, അപ്പൊ നമ്മള് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം ഞാൻ ഉണ്ടാക്കിയ മന്തി കഴിക്കണം എന്നുള്ളത്. അപ്പൊ എന്തായാലും മന്തി ഉണ്ടാക്കാന്ന് വെച്ചു. ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, വിജയിച്ചാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വൃത്തിയാക്കി നമ്മളതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു ഫോർക്ക് വെച്ച് നമ്മളതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. മസാല എല്ലാം പിടിക്കാനാണ്. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് മന്തി മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പട്ട, ഏലക്ക, പിന്നെ കുരുമുളക്, പിന്നെ കരയാമ്പൂ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തതും പിന്നെ സവാള കട്ട് ചെയ്തും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. പിന്നെ 2 മാഗി ക്യൂബ്, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്താലും മതി. അത് നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് ഒരു സൈഡിൽ നമ്മൾ റൈസ് വെച്ച് അരമണിക്കൂർ സോക്ക് ചെയ്ത റൈസും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ നാരങ്ങ, ഒരു ഉണക്കൽ നാരങ്ങ, പിന്നെ അതിൽ മസാല, കുറച്ച് മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ചിക്കൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ബട്ടർ ഇരുന്ന് മെൽറ്റ് ആവുന്നുണ്ട്. ഇനി റൈസ് ഹാഫ് വേവിച്ച റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് അതിലേക്ക് ചേർത്ത് ഒരു 3-4 പച്ചമുളകും കൂടി ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഞാൻ ഫുഡ് കളറിന് വരെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നമുക്കൊരു 3/4 മണിക്കൂർ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ മന്തിയൊക്കെ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സ്ലോ കുക്കിംഗ് ആണ്, അതായത് തീ കുറച്ചിട്ടങ്ങനെയാണ്. അതിലിരുന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഏകദേശം ഒരു ഹാഫ് വേവിച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് അല്ലേ? അപ്പോൾ ശരി, കുറച്ചിട്ട് കാണാം കേട്ടാ. വണ്ടി നമ്മൾ തുറക്കാൻ പോണ്. ഓഫ്, നമ്മുടെ മന്തി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടാ, അടിപൊളിയായിട്ട് മന്തി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് മന്തിക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ പിടിക്കാൻ പോകുന്നത്. മന്തിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് ഉണ്ണിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയുണ്ടെന്നുള്ളത് ഉണ്ണി പറയും, ഞാൻ പറയുന്നില്ല, ഉണ്ണി പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. കഴിക്കൂ വേഗം പറ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. എന്താന്ന് മനസ്സിലാവുന്നില്ല എക്സ്പ്രഷൻ. നല്ലതാ. വെറുതെ ഞാൻ പറഞ്ഞു പറയുമ്പോന്നല്ല കേട്ടോ, സത്യമായിട്ട് പറ. ശരിക്കും നല്ലതല്ലേ? ശരിക്കും നല്ലതെന്ന് പറയുന്നത്. ഞാൻ എന്തായാലും കഴിച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ്. ബൈ.